ഇത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡല്ലേ? ഇതെങ്ങനെ ഇവിടെ ആശാന് കിട്ടിയതാണ് ഏറ്റവും മികച്ച ചുമക്കുള്ള സ്റ്റേറ്റ് അവാർഡ്. ആ അവാർഡ് കിട്ടിയത് നിന്റെ തന്തയ്ക്ക്. ഇതാരുടെയാണെന്നറിയാവാ? സൂപ്പർ സ്റ്റാർ വിമൽ കുമാറിന്റെ. സത്യമായിട്ടും ഇതെങ്ങനെ ഇവിടെ വന്നു? കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങേരെ ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഇവിടെ. അതിനിടക്കാണ് ഈ അവാർഡ് കിട്ടിയത്. അതും മേടിച്ചോണ്ട് നേരെ പോകുന്നത് ഇങ്ങോട്ട്. പറയണ്ട ഒടുക്കത്ത് ചാടിയണ പന്നിക്ക്. ഷാജി അണ്ണൻ സ്ഥലം കൊടുത്തിട്ട് അയാൾ മൈൻഡ് ചെയ്തില്ല. അത്രയ്ക്ക് അഹങ്കാരം കാണിക്കാവാ. സ്വർണമാണെന്ന് കരുതി അടിച്ചു മാറ്റിയതാണ്. പിന്നീടാണ് വിവരം പറഞ്ഞത് പാട്ടപ്പിച്ചളായിരുന്നു. ഇവിടെ ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത്. ഇവിടെ ഇപ്പൊ സിനിമ ലൊക്കേഷൻ അല്ലേ? ആഹാ, എന്നിട്ട് ചേച്ചി ഇവിടെ വടക്ക് തൊളയിട്ടോണ്ട് നിൽക്കണ. എന്തെങ്കിലും ചാൻസ് കിട്ടുമെന്ന് നോക്കായിരുന്നില്ലേ? ചേച്ചി പണ്ടൊന്ന് ചാൻസ് ചോദിച്ചപ്പോ റിലീസായ പടമാണ് ദേ അവിടെ നിന്ന് ബിസ്ക്കറ്റ് തിന്നണത്. അതോ ചില തൈക്കളവിന്റെ അടിമാര് പറയണ പോലെ ഇനി നായികയായിട്ടുള്ള ഷാജിയണ്ണൻ അങ്ങനെ പറയരുത്. ചേച്ചിക്ക് നല്ല അടിപൊളി അമ്മവേഷമല്ലേ സിനിമാക്കാര് കൊടുത്തത്. ചേച്ചി അമ്മവേഷത്തിൽ അഭിനയിക്കുന്നില്ല, ജീവിക്കല്ലേ. കളിയാക്കടാ. ഒരു സിനിമാക്കാരൻ വീർപ്പിച്ച് തന്ന വയറ് തന്നെ എന്റെ. അന്നേ അതങ്ങ് കലക്കി കളഞ്ഞിരുന്നെങ്കിലേ ചിലപ്പോ ഞാനും ഒരു നടിയാവുന്നടാ. വാ എസ്കേപ്പ്. അല്ലെങ്കിൽ ചേച്ചി നമ്മളെയും കലക്കും. വാ അവരൊരു കോമഡി പറഞ്ഞു. ഈ കൊച്ചിനെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തുമ്പോഴേ തിരിഞ്ഞു നോക്കാൻ ഒരു കോമഡിക്കാരനെ കണ്ടിട്ടില്ല ആശാനെ. നിനക്കിത് എന്തിന്റെ സൂക്കേടാണ്? കഷ്ടപ്പെട്ട് ജീവിക്കണ ഒരു പെങ്കൊച്ചാണ് അവള്. എന്ത് എങ്ങനെ അയ്യോ അല്ല ബ്രാഞ്ചി, സത്യത്തിൽ ആ ചേച്ചിക്ക് എന്താ പറ്റിയത്? ആ ചേച്ചി പണ്ടൊന്ന് മദിരാശി പോയതാണ്. എന്തിന്? നടിയാവാനായിട്ട്. വെറുതെ ആയി. ഈ അടി പിടി വെടി ഇതാണല്ലോ സിനിമ. പുല്ലു തിന്നുന്ന ക്രാവായിട്ട് പോയി പാല് കിടക്കുന്ന പശുവായിട്ട് വന്നു. ആരാണ്ട എന്നെ പിടിച്ച് കെട്ടിട്ട്? നായികയുടെ മുടി ഒറിജിനലാണോ വിഗാണെന്ന് ചോദിച്ചേ ഉള്ളൂ. നീ വന്നേ. സിനിമാക്കാരൻ പോർക്കട പന്നി ബ്രാഞ്ചിനെ കെട്ടിട്ടത്. നടിയുടെ തുണി പിടിച്ച് വലിച്ച പിന്നെ കെട്ടിയിടാതെ പുന്നാരിക്കണോ? ഞാൻ വലിച്ചില്ല. പോർക്കെന്നോണ പറയണ സുരേഷ്. എന്തൊരു കീറാടാ പാഞ്ചിയത്? ഇത് വല്ലൊരു കീറാണ്. നമ്മുടെ ബോംബെയുടെ കീറലായിരുന്ന അത് കറക്റ്റ്. അത് പറയുമ്പോ കണ്ട രോമൊക്കെ എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കണ. ഇത്രയും മുട്ടം കാട്ടൻ ഡയലോഗ് അമിതാഭ് ബച്ചൻ പോലും പറഞ്ഞിട്ടില്ല. ഇപ്പോഴല്ലേ ബോംബെ ഒറിജിനൽ ബോംബെ ആയത്. മോനെ ഷായി, നീ എന്താണ് ഉഡ്ഡീന്ന് തിരിച്ച് നിൽക്കണത്? ഇങ്ങനെ നിന്ന വണ്ടിപ്പേട്ട് ഷാജി കുണ്ടിപ്പേട്ട് ഷാജിയാവും. അത് കറക്റ്റ്. എക്സ്ക്യൂസ് മീ, എനിക്കൊരു എളിയ ആഗ്രഹമുണ്ട്. ബോംബെയുടെ ആ സുനയൊന്ന് കാണിച്ചു തരാമോ? ആശാന് കാര്യം പറയുമ്പോ കോമഡി ക്ലാപ്പിക്കരുത്. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ത്വാക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല. നീ തോക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഞാൻ പണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തോരനുണ്ടാക്കി തിന്ന്. ഇനി കണ്ണൂരിന്റെ കാര്യം പറഞ്ഞാലാ മച്ചു ആ തോക്കൊന്ന് കാണിച്ചു കൊടുത്തേ. अरे वो सांबा, आप तो गोली खाओ. കള്ളത്തോക്കായിരുന്നല്ലേ? കള്ളത്തോക്കായിരുന്ന എടാ ബോംബെ ആക്ടിങ് ആയിരുന്നല്ലേ? ബോംബെക്കാരനല്ലടാ, ആറ്റം ബോംബ്. ആറ്റം ബോംബ്. ഇനി കൊച്ചിയിൽ നമ്മളൊരു കലക്കും. കൊച്ചി മാത്രമല്ല, മരട്, മാമംഗലം, മട്ടാഞ്ചേരി, പനങ്ങാട്, പനമ്പുകാട്, മുരിക്കുംപാടം വല്ലാതെ വയറ്റിലെ വൈപ്പിങ്.
കണ്ണമാലി കടമക്കൊടി കുമ്പളങ്ങി ദേവന സമ്മനം തോപ്പും പടി. ഇനി നമ്മളിവിടെ കിടന്നൊരു ചെതറും എറണാകുളം നമ്മള് കുളമാക്കി എടുക്കും. എന്താ പൊന്നോ. ആരുടെ ഇവിടെ നോക്കിട്ടണം ഒരുപാട് മറ്റെടുത്ത ചവിട്ടാ പോക്ക്. അസഭ്യം പറയരുത് മോനെ. ആരുടെ അമ്മ കെട്ടിക്കാൻ പോടാ പന്നി? അങ്ങനെ ചോദിക്കണം. ഇങ്ങോട്ട് ഇറങ്ങി പാടാം. അതാരാശാന് ഈ വന്നിരിക്കുന്നെന്ന് നോക്കിയേ. ആഹാ, പാമ്പൂരി സലാം. സലാമുണ്ട് സലാമേ. എന്തടാ ഇപ്പ കഴിഞ്ഞോണ ചവിട്ടി മെതിച്ചോന്ന് നിനക്ക് തികഞ്ഞില്ലടാ മോന്നെ. മെതിക്കാനല്ലടാ, ഓ കൊയ്യാൻ വന്നതാണ്. അയ്യോ കൊറേ നാളായില്ലേ സാറന്മാരൊക്കെ ഇവിടെ വിലസാൻ തുടങ്ങിയിട്ട്. അയ്യോ ഇനി ഉമ്മക്കൊരു ചാൻസ് കൂടപ്പാ. അയ്യോ പേടിയാണ് ആശാനെ, പേടിയാണ്. ആ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടല്ല, കൊയ്യാൻ കൊണ്ടുവന്നതായിരിക്കും. അപ്പൊ കൊയ്ത്തു പാട്ട് വേണ്ടേ? ഐ, താരാധീനന്തോ, ദിനന്താരാ, താരാധീനന്തോ. കൊയ്ത്തുകാര് വയലും വീട് പരിപാടിയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇങ്ങനെ ഒരു സമ്മാനം തരാൻ ഇറങ്ങിയതാണ്. അന്ന് പിന്നെ നെഞ്ചത്തേറുന്ന ഗ്രൂപ്പ് ഡാൻസ് കളിച്ചില്ലേ, അതിന്റെ ചെറിയൊരു പ്രൈസായി അങ്ങനെ തരണം. ട്രോഫി ഉണ്ടാക്കി തരാൻ വന്നേക്കാണല്ലേ. എവിടെ നിന്നാണ് മച്ചു വരവ്? ചാവക്കാടുന്നാണ്. എന്തേ കുറച്ച് കൂടി ഇറക്കുമതിയാണ്. കൊച്ചിയിലിപ്പ ഇറക്കുമതി എടുക്കണില്ല, കയറ്റുമതിയേ ഉള്ളു. വന്ന സ്ഥിതിക്ക് നീ ഇതാ കുന്നംകുളം ചന്തയിലേക്ക് ഒന്നങ്ങടെ ഇറക്കി ഇറങ്ങി വേണം. എടാ ക്വാപ്പിലെ സിനിമാക്കാരെ ഇറങ്ങി വാടാ. ഒരു പാവം പിടിച്ചവന്റെ ജീവിതം കോഞ്ഞാട്ടാക്കിട്ട് നീയൊക്കെ കൊതവും കുത്തി ഉറങ്ങാണടാ. പുരുത്തനെ പൊട്ടനാക്കിയപ്പോ നിനക്കൊക്കെ മതിയായില്ല. ചാൻസ് കൊടുത്തില്ലെങ്കിൽ വേണ്ട. നല്ല ആമ്പിള്ളേരുടെ പടത്തിൽ അവനേക്ക് ഞങ്ങളുടെ മാച്ച് നിന്റെയൊക്കെ ചീഞ്ഞവിടെ പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി പിടിച്ചു. നീയൊക്കെ ഫുട്പാത്തിലിരുന്ന് കിലോക്ക് പത്തേ എന്ന് പറഞ്ഞ് ഷട്ടിക്കച്ചവടം നടത്തും. അപ്പൊ ഞങ്ങ ഒരു വരവ് വരും. എന്തിനാടാ ഷഡ്ഡി വാങ്ങാനാണ്? ഞങ്ങളുടെ മാഷിന്റെ പടത്തിന്റെ പോസ്റ്റർ നിന്റെ നെഞ്ചത്തൊട്ടിക്കാൻ. ആ മാഷിന് നിന്നോടൊക്കെ എന്ത് ദ്രോഹാണാ ചെയ്തത്? സിൽമാടനായ നോക്കിയാടാ അങ്ങനെ ഇത് തെറ്റ്. ചാൻസ് കിട്ടിയാൽ ഏതവനാണ് ആ സിനിമയിൽ അഭിനയിക്കാത്തത്?